വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് തട്ടിപ്പുകൾ, ഒരുപാട് സ്കാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പലതരം സ്കാംസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആ സ്കാമിലൊന്നും ഈ തട്ടിപ്പിലൊന്നും പെടാതെ എങ്ങനെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഡാറ്റാസ് ആണ് നോക്കുന്നത്. അതിനുശേഷം ഡിഫറെന്റ് സ്കാംസും അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഡാറ്റാസ് നോക്കാം. ഇത് 2024 മെയിൽ വന്ന റിപ്പോർട്ടാണ്, അതായത് ഏപ്രിൽ വരെയുള്ള 4 മാസത്തെ റിപ്പോർട്ടാണ്. അതിനുശേഷം ഫ്രഷ് ഡാറ്റാസ് ഒന്നും വന്നിട്ടില്ല. ഇത് സൈബർ ക്രൈമിന്റെ റിപ്പോർട്ട്സ് ആണ്, അതായത് റൈസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2022 9.5 ലക്ഷം കേസസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൈബർ ക്രൈംസുമായിട്ട്. ഇനി 2023 നോക്കിയാൽ 15 ലക്ഷം സൈബർ ക്രൈംസ്, 15 ലക്ഷം സൈബർ ക്രൈംസ് ആണ് അവിടെ. എന്നാൽ 2024 ഏപ്രിൽ വരെ, അതായത് 4 മാസം വരെ ചെയ്തിട്ടുള്ളത് 7,40,000 കൂടുതൽ കേസസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2024 മാത്രം, ഈ 4 മാസം മാത്രം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ 4 മാസം മാത്രം 1,750 കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ. ഓക്കെ, ഇതാണ് ഡാറ്റാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റത്തെ അൺനോൺ കോൾസസ്, അതായത് നമുക്കിപ്പം നമ്മൾ ഒരുപാട് ഇപ്പം ന്യൂസസിലും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും ഒക്കെ ഇട്ടതാണ്. അതായത് ഒരു കോള് വരുന്നുണ്ട് മുംബൈയിൽ നിന്നൊക്കെ, മുംബൈ പോലീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു പാർസൽ വന്നിട്ടുണ്ട്, ആ പാർസൽ ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തട്ടിപ്പ്, അങ്ങനെ ഒരു കോള് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു കോള് വരുമ്പോൾ നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക. സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്ന് അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ അത് അറ്റൻഡ് ചെയ്യുക. കാരണം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട്, എനിക്കല്ല, എന്റെ വീട്ടിലെ ഒരു കോൾ ആയിരുന്നു, എന്റെ വീട്ടിലെ ഫോണിലായിരുന്നു. ഒരുപാട് കോള് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പല നമ്പറിൽ നിന്നും. ഒരു ദിവസം ഞാൻ അത് പിക്ക് ചെയ്തു, എടുത്തു. അതിനുശേഷം സംസാരിച്ചിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഒരു കോള് വന്നിട്ടില്ല. കാരണം ഞാനിത് എന്റെ ഫ്രണ്ട്സ്, അതായത് ടെക്കുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫോൺ എടുത്തെന്ന് വെച്ചിട്ട് ഹാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കുക, അതായത് ഇങ്ങനെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തതിനു ശേഷം സംസാരിച്ചിട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ, അതായത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ട് വെക്കുക. അതിനുശേഷം അവരെന്ത് ചെയ്യണം, പിന്നെ നമ്മളെ ഫോണിലേക്ക് അവർ കോൾ ചെയ്യില്ല. കാരണം നമ്മളെ നമ്പർ അവരെന്ത് ചെയ്യും, ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇടും. ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ സ്പാമിലൊക്കെ ഇടും. സ്പാം എന്ന് പറഞ്ഞിട്ട് അതിലെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു നമ്പർ നില വിളിക്കുന്നത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം ബെറ്റർ എന്ന് പറയുന്നത് കോൾ അറ്റൻഡ് ചെയ്യുക, സംസാരിച്ച് അങ്ങോട്ട് തീർക്കാം. അതായത് നമ്മൾ ആ ഒരു സ്കാമിൽ പെടുന്ന ഒരാളല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ കോൾ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുക. കാരണം കോൾ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഹാക്ക് ആവുമെന്ന് വിചാരിക്കേണ്ട, ഹാക്ക് നടക്കില്ല. കോൾ വെച്ചെന്ന് വിചാരിച്ചിട്ട്, കോൾ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഹാക്കിംഗ് നടക്കത്തില്ല. ഓക്കെ, പക്ഷേ മെസ്സേജിങ് അങ്ങനെയല്ല. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ലിങ്കിലോ മറ്റേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്ക് ആകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പക്ഷേ കോൾസ് വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് പറയേണ്ടത് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഓക്കെയാണ്. ഓക്കെ, അതാണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഡിസ്കഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഫ്രോഡ് ആണ്. ഓൺലൈൻ ഷോപ്പിംഗിൽ ഒരുപാട് ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഞാൻ മെയിനായി ഒരു കാര്യം പറയുന്നത്, അതായത് നമ്മൾ ചിലപ്പം ചില സൈറ്റിൽ കാണും ചില പ്രൊഡക്ട്സിന് നല്ല വില കുറവ് കാണുന്നുണ്ടാവും. ആ സൈറ്റ് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ സെയിം പ്രൊഡക്റ്റ് നമ്മൾ കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള ഷോപ്പിംഗ് സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നല്ല വിലയിൽ കാണാം, വലിയ വിലന്റെ ഡിഫറൻസ് കാണാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്യും. അറിയാത്തൊരു സൈറ്റ് ആയിരിക്കും, അതിൽ കയറി ഓർഡർ ചെയ്തതിനു ശേഷം സാധനം നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ചിലപ്പോൾ ഓൺലൈൻ പേ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, ഓൺലൈൻ പേയ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യും, അതിനുശേഷം നമുക്ക് സാധനം വരും. ഓക്കെ, സാധനം വന്ന് അത് പൊളിച്ചു നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഓർഡർ ചെയ്ത സാധനമല്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇത് റിട്ടേൺ അടിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അവർ ജെന്യൂൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഓക്കെ റിട്ടേൺ അടിക്കാം, അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പരിപാടി തീർക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ സമയത്ത് അവരൊരു ഒരു പൈസ ഈടാക്കും നമ്മുടെ അടുത്ത് നിന്ന്, ഒരു ചെറിയൊരു എമൗണ്ട്. അതായത് റിട്ടേണിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട്, ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഒരു ചാർജ് ഈടാക്കും. അതിനുശേഷം അവർ ഒന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നോർമലി അത് റിട്ടേൺ ചെയ്തിട്ട് ക്യാഷ് നമുക്ക് തിരിച്ചയച്ചു തരും. നമ്മളിതൊരു ജെന്യൂനാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കും. പക്ഷെങ്കിൽ ഇങ്ങനെ ഇതൊരു ഫ്രോഡാണ്. കാരണം ആ കിട്ടുന്ന ആ ഒരു അഡീഷണൽ മണി, ആ മണിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഏകദേശം കണക്കുകൾ പ്രകാരം ഒരു വർഷം ഉണ്ടാക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,000 കോടി രൂപയിൽ അധികം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു വലിയൊരു തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ അറിയാത്ത ഒരു സൈറ്റിൽ നിന്നും ഓർഡർ ചെയ്യാൻ പാടില്ല. ഓർഡർ ചെയ്യുന്നിട്ട് തന്നെ ആ സൈറ്റിനെ കുറിച്ച് നന്നായിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ഒരു അറിയാത്തൊരു സൈറ്റിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ നിൽക്കുക. അതുപോലെ തന്നെ പരമാവധി ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാതിരിക്കുക. ഓക്കെ,
ഓൺ അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള സാധനങ്ങൾ മാത്രം പരമാവധി ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ഈ ഒരു ഫ്രോഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. ഓക്കെ, നമുക്കിനി അടുത്ത ഫ്രോഡ് നോക്കാം. അടുത്ത ഫ്രോഡ് എന്ന് പറയുന്നത് നമുക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പൊ ഇപ്പോഴും പോകുന്നുണ്ട്. അതായത് നമ്മളെ മൊബൈൽ നമ്പർ നമ്മളെ എന്താണ് ഒരു ഇതിന് തെരഞ്ഞെടുക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിന് തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്താണ് ക്യാഷ് പ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ലോട്ടറിയിൽ അടിച്ചിട്ടുണ്ട്, ലോട്ടറി ഇട്ടപ്പോഴും അടിച്ചിട്ടുണ്ട്. ആ പൈസ എന്താണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചാൽ വന്നാൽ മതി എന്ന് പറയും. ഒന്നെങ്കിൽ ഡീറ്റെയിൽസ് മാത്രം അയച്ചു തരാൻ പറയും, ക്യാഷ് ഒന്നും ആവശ്യപ്പെടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അടക്കം എല്ലാ സാധനങ്ങളും അവർക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരു തട്ടിപ്പാണ്. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, ഇത്ര കുറച്ച് പൈസ നമുക്ക് അയച്ചു തരണം, എന്നാൽ ഈ എമൗണ്ട് നമ്മൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണെന്ന് പറയും. ഇത് രണ്ടിൽ നിൽക്കാൻ പാടില്ല, കാരണം രണ്ടും ഹൈ ലെവൽ ഓഫ് ഫ്രോഡ് ആണ്. ഫസ്റ്റത്താണ് ഏറ്റവും വലിയ പ്രശ്നം, കാരണം നമ്മളെ എല്ലാ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും മുഴുവനായിട്ടും നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ലോട്ടും കാര്യങ്ങളൊക്കെ, അതായത് ലോട്ടറീസും കാര്യങ്ങളൊക്കെ എവിടെയും നടക്കുന്നില്ല, ഒരു ടിക്കറ്റ്സോ ഒന്നും നടക്കുന്നില്ല. ഇത് പക്ക ഫ്രോഡാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഇതിന് ഇടപെടാൻ പാടില്ല, മീൻസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്തൊരു കൈൻഡ് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഫ്രോഡാണ്. അതായത് നമ്മൾ ഒരുപാട് സൈറ്റിൽ കയറുമ്പോൾ പല സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് പല ജോബ് ഓഫേഴ്സും അവിടെ കാണാം അഡ്വർടൈസ്മെന്റ് ആയിട്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും പേഴ്സണൽ ഡാറ്റാസ് അയച്ചു കൊടുക്കാൻ പറ്റും. അതിനുശേഷം പേഴ്സണൽ ഡാറ്റ അയച്ചു കൊടുത്താൽ നമ്മളോട് പറയും എന്താണ് ഒരു സർട്ടൻ എമൗണ്ട്, അതായത് ആപ്ലിക്കേഷൻ ഫീസോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ പൈസ ഈടാക്കുന്നുണ്ട്. അധിക പേര് ഇതിൽ വീഴും. കാരണം നമുക്ക് ഇപ്പൊ അറിയാം നമ്മളെ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് ഒക്കെ ഭയങ്കര പ്രഷറിലാണ്. അതായത് ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ഒക്കെ സൊസൈറ്റിയിൽ നിന്നും ഒക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സമയത്തായിരിക്കും ഇങ്ങനത്തെ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലേക്ക് മെസ്സേജ് വരും ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതും എന്താണ് അതിന്റെ സാലറി കൊടുക്കുന്നത് വെച്ചാൽ ഹൈ ലെവൽ ഓഫ് സാലറി ആയിരിക്കും അവർ പേ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പേഴ്സണൽ ഡാറ്റാസ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒന്നുകിൽ പേഴ്സണൽ ഡാറ്റാസിൽ അവിടെ നിർത്തും, ഇല്ലെങ്കിൽ ഒരു എമൗണ്ട് ചോദിക്കും. ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ, കാരണം കൂടുതൽ പേര് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കും. കാരണം ഒരു ജോലിയാണ് കിട്ടുന്നത്, ജോബ് ഓഫറാണ്, ആ ജോബ് കളയാൻ ആരും ശ്രമിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാവരും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനത്തെ ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ പോകാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം ഈ കമ്പനീസ് ഏതാണോ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആ കമ്പനിയിൽ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടോ, കാര്യങ്ങളൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഡയറക്ട്ലി പോയിട്ട് ചെയ്യുന്നതല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഓൺലൈനിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജിലോ കയറിയിട്ട് എന്താണ് നമ്മളെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ രക്ഷപ്പെടാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തെന്ന് പറഞ്ഞാൽ ലോൺ ആപ്പാണ്. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ബാങ്ക്സിൽ നിന്നൊക്കെ ലോൺ കിട്ടാൻ വേണ്ടി ഒരുപാട് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. എന്നാൽ ചില ആപ്സ് നമുക്ക് എന്താണ് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വലിയ പേപ്പേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് എന്താണ് അതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലോൺ അപ്പം തന്നെ കിട്ടും. എന്നാൽ ഇതിലോട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യത്തിൽ അവിടെ അക്സെപ്റ്റ് പറഞ്ഞിട്ട് അലൗഡ് അക്സെപ്റ്റും കൊടുക്കുന്നുണ്ട്. അതിലെന്താണ് നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അടക്കം അവർക്ക് എടുക്കാനുള്ള പെർമിഷൻ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനുശേഷം എന്താണ് സംഭവിക്കുക, നമ്മൾ ന്യൂസസിലൊക്കെ ഒരുപാട് ന്യൂസസ് ഒക്കെ കണ്ടതാണ്. അതായത് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താനും കാര്യങ്ങളൊക്കെ നോക്കും നമ്മുടെ ഡാറ്റാസ് ഒക്കെ എടുത്തതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും RBI ഓതറൈസ് ചെയ്യാത്ത ഒരു സ്ഥലത്തുനിന്നും നമ്മൾ ലോൺസോ കാര്യങ്ങളോ എടുക്കാൻ പാടില്ല. ഓക്കെ, അതായത് റെഗുലർ ആയിട്ടുള്ള ബാങ്ക്സിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല. കുറച്ച് ടൈം എടുക്കും ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടാൻ, എന്നാലും നമ്മളത് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം മാത്രം എടുക്കുക. കാരണം അല്ലെങ്കിൽ ചിലപ്പം ജീവൻ തന്നെ ആപത്തിലാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ആപ്സിൽ നിന്നും, അതായത് RBI ഓതറൈസ് ചെയ്യാത്ത ഒരു ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ലോണോ അതുപോലത്തെ ഒരു സേവനോ സർവീസസോ എടുക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത ഒരു സ്കാം ആണ്. അതായത് ഡിഫറെന്റ് ബാങ്കിന്റെ ഒരുപാട് സ്കാംസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ബാങ്കിന്റെ സ്കാംസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നെന്ന് വെച്ചാൽ ഫിഷിംഗ് സ്കാം ആണ്. അതായത് നമ്മളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് സ്റ്റീൽ ചെയ്യും. അതിനുശേഷം അതിനെ കൊണ്ട് എന്താണ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് അത് സ്കാൻ ചെയ്യുക. അതിനുശേഷം അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യും. നമ്മുടെ ഐഡന്റിറ്റി എടുക്കും. അതായത് നമ്മളുടെ ഐഡന്റിറ്റി അവരെങ്ങനെയെങ്കിലും കൈക്കലാക്കിയതിനു ശേഷം നമ്മളെ പേരിൽ ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതിനു ശേഷം അവരെന്ത് ചെയ്യും, അതിൽ ലോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഫ്രോഡ് കാണിച്ചിട്ട് അല്ലെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതൊക്കെ നമ്മുടെ തലയിലേക്ക് ലാസ്റ്റ് വരും. ഓക്കെ, അതുപോലെ തന്നെ കാർഡ് ഫ്രോഡ്. നമ്മൾ കാർഡ് എന്ത് ചെയ്യും, അൺഓതറൈസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫ്രോഡാണ്. ലോൺ ഫ്രോഡ് പറഞ്ഞു. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് ഫ്രോഡാണ്. അതായത് നമ്മളെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് അൺആക്സസിബിൾ ആയിട്ട്, അതായത്
അൺഓതറൈസ് ആയിട്ട് ആക്സസ് ചെയ്തിട്ട് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ബാങ്കിങ്ങിനെ കുറിച്ച് ബാങ്കിങ് ഫ്രോഡ് ഞാൻ കൂടുതൽ പറഞ്ഞില്ല, കാരണം എല്ലാവർക്കും ബാങ്കിങ് ഫ്രോഡ്സ് ഒക്കെ കൂടുതൽ അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതുപോലെ തന്നെ സ്കിമ്മിംഗ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത് ഒരു മെഷീൻസ് വെച്ചിട്ട് നമ്മളെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിലോട്ട് നമ്മളെ കാർഡ്, ക്രെഡിറ്റ് കാർഡ് ആവട്ടെ ഡെബിറ്റ് കാർഡ് ആവട്ടെ, അതിന്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അതിനുശേഷം അവരത് യൂസ് ചെയ്യും. ഓക്കെ, ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഒരു ATM കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കണ്ടുകഴിഞ്ഞാൽ, അതായത് ഓതറൈസ് ചെയ്തിട്ടുള്ള ബാങ്ക്സിന്റെ, അതായത് SBI, അങ്ങനത്തെ ഓതറൈസ് ചെയ്തിട്ടുള്ള ബാങ്കിന്റെ മാത്രം ATM കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അല്ലാതെ എന്താണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളെ കാർഡ് പരമാവധി യൂസ് ചെയ്യാതിരിക്കുക, ക്യാഷ് യൂസ് ചെയ്യാൻ നിൽക്കുക. അങ്ങനത്തെ, അതായത് നമുക്ക് അത്ര സേഫ് ആയിട്ട് തോന്നാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് തന്നെ അത് പേ ചെയ്യാൻ നോക്കുക. ഒരു കാരണവശാലും കാർഡ് സ്വൈപ്പ് ചെയ്യാനോ ഇതാക്കാനോ നിൽക്കാൻ പാടില്ല. ഓക്കെ, അതിൽ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതാണ് മെയിൻലി. അതുപോലെ തന്നെ നമ്മളെ കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ CVV പിൻസ്, അതുപോലെ നമ്മളെ ATMന്റെ പിൻ കോഡ്സ്, അതൊന്നും ആരുമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്. ഇപ്പം ഈവൻ ബാങ്കിൽ നിന്ന് വിളിച്ച് ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട്. ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് OTP പറഞ്ഞു തരണമെന്ന് പറഞ്ഞു ഒരു കാരണവശാലും ആര് ഫോൺ വിളിച്ചാലും OTP പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ബാങ്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ OTP ആർക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളുടെ OTP എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, അത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് യൂസ് ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ OTP ഒക്കെ ചോദിച്ചിട്ട് ആര് വിളിച്ചാലും തരാമെന്ന് പറഞ്ഞ് കട്ടായിക്കളാ, വേറെ ഒന്നും ചെയ്യാനില്ല, കൊടുക്കരുത് ഒരു കാരണവശാലും. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ഇതിൽ എന്ന് പറയുന്നത് ചാരിറ്റി ഫ്രോഡാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ചാരിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അധികം ചില സൈറ്റ്സിലൊക്കെ കയറിയിട്ട് അതിന്റെ ലാസ്റ്റോട്ട് എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഉണ്ടാവും ഹംഗ്രിയാണ്, അതായത് ഇത്ര കുറെ കാലമായി നമ്മൾ ഫുഡ് കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്ര ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരുന്ന ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ചാരിറ്റി അഡ്വർടൈസ്മെന്റ്സ് അവിടെ കാണാം. എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ അഡ്വർടൈസ്മെന്റിൽ ക്യാഷ് അയച്ചു കൊടുക്കാൻ പാടില്ല. കാരണം രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓൺലൈനിലായിരിക്കും അതിന് ക്യാഷ് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഹാക്ക് ചെയ്യപ്പെടുകയും അതിലൂടെ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് മിക്കവാറും ഫ്രോഡ് ആയിരിക്കും. അതായത് ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരാളായിരിക്കാം ഇത്. ആ ഫോട്ടോയിൽ കാണുന്നവരല്ല, ഇമേജിൽ കാണുന്നവരല്ല, ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാരിറ്റി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ചുറ്റുഭാഗം തന്നെ നോക്കാം. ഒരുപാട് പേരുണ്ടാവും പാവപ്പെട്ടവര്, അവർക്ക് സഹായം ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ചാരിറ്റി ട്രസ്റ്റസ് ഉണ്ട്, വിശ്വസിക്കാൻ പറ്റിയ ട്രസ്റ്റസ് ഉണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആരില്ലെങ്കിൽ, അതായത് നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർ, ആ പണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാരിറ്റി നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടുന്ന സ്ഥലങ്ങളിൽ എത്തും എന്ന് ഉറപ്പുള്ള അതിൽ മാത്രം ചെയ്യാം. ഓൺലൈനിലായിട്ട് ചാരിറ്റി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതായത് അത്രയും വിശ്വാസമുള്ള ഒരു സൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചാരിറ്റി ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു ആപ്പിലൊക്കെ കയറിയിട്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപയല്ല കൊടുക്കുന്നത്, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ അതിൽ കുഴപ്പമെന്ന് പറയുന്നത്, ഈ 100 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒരാൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ എത്ര കോടി രൂപ അവർക്ക് കിട്ടുന്നുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 10 രൂപ 100 രൂപ അയച്ചു കൊടുക്കുന്നു, അത് ഫ്രോഡ് ആണെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ ക്യാഷും പോകും. അതുകൊണ്ട് ഇതൊക്കെ ശ്രമിക്കുക. പരമാവധി ഈ സ്കാമിൽ നിന്നും ഫ്രോഡിൽ നിന്നും വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, വേസ്റ്റ് ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ടൈം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്